ദ്വാരകയിലെ ആ കൊട്ടാരമുറി അന്ന് പതിവിലും കൂടുതൽ പ്രകാശപൂരിതമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുന്ദരമായ ഉടലിൽ പീതാംബരം ചാർത്തി വൈജയന്തി മാലകളും കസ്തൂഭവും അണിഞ്ഞു. ഓരോ കിരീടവും മാറ്റി മാറ്റി വെച്ചു നോക്കി അദ്ദേഹം തന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം അഴക് നോക്കുന്ന ഭഗവാനെ കണ്ട് സാരഥിയായ ദാരുകൻ അമ്പരന്നുപോയി. ദാരുകൻ പതുക്കെ അടുത്തു ചെന്ന് ഭഗവാനോട് ചോദിച്ചു, പ്രഭു, അവിടുന്ന് അലങ്കാരങ്ങളുടെയും സൗന്ദര്യത്തിന്റെയും ഉറവിടമല്ലേ? പിന്നെ എന്തിനാണ് ഇന്ന് ഒരു സാധാരണക്കാരനെ പോലെ കണ്ണാടിക്ക് മുന്നിൽ ഇത്രയധികം സമയം ചെലവഴിക്കുന്നത്? നമ്മൾ ഏത് മഹാരാജാവിനെ കാണാനാണ് പോകുന്നത്? കൃഷ്ണന്റെ ചുണ്ടുകളിൽ ആ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദാരുക, ഞാൻ ഇന്ന് ദുര്യോധനനെ കാണാൻ ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. ദാരുകന് അത് വിശ്വസിക്കാനായില്ല. ആ അഹങ്കാരിയായ ദുര്യോധനനെ കാണാനാണോ ഇത്രയും ഒരുക്കങ്ങൾ? അങ്ങ് ലോകത്തിന്റെ നാഥനാണ്. അങ്ങയെ കാണാൻ അവൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? എന്തിനാണ് അവിടുന്ന് അവനെ തേടി പോകുന്നത്? സാരഥിയുടെ വാക്കുകളിൽ അല്പം ദേഷ്യവും ഭഗവാനോടുള്ള അമിതമായ സ്നേഹവും ഉണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാരുകന്റെ തോളിൽ കൈവച്ച് ശാന്തമായി പറഞ്ഞു, ദാരുക, നീ ഒരു കാര്യം ചിന്തിക്കൂ. വെളിച്ചം എപ്പോഴെങ്കിലും വെളിച്ചത്തെ തേടി പോകേണ്ടതുണ്ടോ? ഇല്ല, വെളിച്ചം എപ്പോഴും ഇരുട്ടിനെയാണ് തേടി പോകുന്നത്. കാരണം അവിടെയാണ് അതിന്റെ ആവശ്യം. ഭഗവാൻ തുടർന്നു, ദുര്യോധനൻ എന്റെ ഉള്ളിലെ പ്രകാശത്തെ കാണാൻ കണ്ണുകളില്ലാത്തവനാണ്. അവന് വേഷഭൂഷാദികളിലും അധികാരത്തിലുമാണ് കണ്ണ്. എന്റെ ഈ പുറമെയുള്ള അലങ്കാരങ്ങൾ കണ്ട് അവൻ എന്നോട് അല്പമെങ്കിലും ബഹുമാനം തോന്നുമെങ്കിൽ ഒരുപക്ഷെ ആ യുദ്ധം ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. കരുണയും സ്നേഹവും എവിടെയാണോ ഇല്ലാത്തത് അവിടേക്കാണ് ദൈവകൃപ ഒഴുകേണ്ടത്. അഹങ്കാരം നിറഞ്ഞ അവന്റെ ഉള്ളിലെ ഇരുട്ടു മാറ്റാൻ ഞാൻ തന്നെ അങ്ങോട്ട് പോകണം. ദാരുകൻ ഭക്തിയോടെ ഭഗവാന് മുന്നിൽ കൈകൾ കൂപ്പി. പ്രാർത്ഥനകൾ കേട്ട് വരം നൽകുന്നവൻ മാത്രമല്ല ദൈവം, മറിച്ച് അഹങ്കാരത്തിന്റെ ഇരുട്ടിൽ വഴിതെറ്റി നിൽക്കുന്നവരെ തേടി പിടിച്ച് വെളിച്ചം നൽകാൻ സ്വയം ഇറങ്ങി വരുന്നവനാണെന്ന് ദാരുകൻ അന്ന് തിരിച്ചറിഞ്ഞു. ഭഗവാന്റെ അളവറ്റ കരുണയും എളിമയുമാണ് ഈ കഥയുടെ കാതൽ. ഇരുട്ട് വെളിച്ചത്തെ തേടി പോകില്ല, മറിച്ച് വെളിച്ചം ഇരുട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടതെന്ന കൃഷ്ണന്റെ വാക്കുകൾ വലിയൊരു സത്യമാണ്. നന്മയും സത്യവും അത് ആവശ്യമുള്ളവരിലേക്ക് അവർ അർഹരാണോ എന്ന് നോക്കാതെ സ്വയം ഒഴുകിയെത്തുന്നു. സ്ഥാനമാനങ്ങൾ നോക്കാതെ ലോക നന്മയ്ക്കായി ഇറങ്ങി ചെല്ലാൻ മടിക്കരുതെന്നും ഭഗവാൻ നമ്മെ തേടി വരുന്നവനാണെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.